എവ്രിവൺ. രണ്ടാം ക്ലാസ്സിൻ്റെ അറബിക് സെക്കൻഡ് ടേം എക്സാമിനേഷൻ 2023-24 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നുലാഹിൽ സൂറ വനക്തുബു, ചിത്രം നിരീക്ഷിക്കുക, താഴത്തുള്ള എഴുതുക എന്നാണ് കേട്ടോ. നിരീക്ഷിക്കുക, എഴുതുക. അപ്പോൾ എന്താണ്, ഇതൊരു വീടാണ്, ഇവിടെ ഒരു ഫാമിലിയാണ് അല്ലേ, ഒരു ഉസ്രത്താണ് അല്ലേ നമ്മൾ കാണുന്നത്. അപ്പം ഹാസ ബൈത്തുൻ, ഇതൊരു വീടാണ്. ഹാസ ബൈത്തു റാഷിദ്, റാഷിദിൻ്റെ വീടാണ്. ഫി ബൈത്തി റാഷിദി ഉമ്മുൻ, റാഷിദിൻ്റെ വീട്ടിൽ ഉമ്മയുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. എന്താണ് ഫില്ല് ചെയ്യുക? ഉമ്മുൻ, അബുൻ, ജദ്ദുൻ, ജദ്ദത്തുൻ, പിന്നെ ആരാണ്, അഹുൻ വ ഉഖ്തുൻ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. ഫി ബൈത്തി റാഷിദുൻ ബുസ്താനുൻ, റാഷിദിൻ്റെ വീട്ടിൽ പൂന്തോട്ടമുണ്ട്, അതിൽ നിറയെ പൂക്കളുണ്ട്, അല്ലെങ്കിൽ അതിൽ പൂക്കളുണ്ട്. ഫിൽ ബുസ്താനി അസ്ഹാറുൻ, പൂക്കൾ. ഓക്കെ. വ തതീറുൽ ഫി, എന്താ അതിന് മുകളിലൂടെ പൂമ്പാറ്റകൾ പാറുന്നു എന്നൊക്കെ എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ബാക്കിൽ പറയൂലേ, ഫി വറ അൽ ബൈത്തി അല്ലെ ഫി ഇൻദൽ ബൈത്തി ഷജറത്തുൻ, അങ്ങനെയൊക്കെ എഴുതാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഒന്നും എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താഴത്തെ ക്വസ്റ്റ്യൻസ് വെക്കാം. യജ്ലിസു ഡാഷ് അല കുർസി. അപ്പോൾ എന്താണ്, യജ്ലിസുൽ ജദ്ദു അല കുർസി, അതൊക്കെ ഈ ഒരു ബയാനിൽ നിങ്ങൾ എഴുതി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് യജ്ലിസു ഡാഷ് അല കുർസി. അപ്പോൾ അവിടെ ഡാഷ് വരുന്നിടത്ത് നമ്മൾ നോക്കാം ആരെയാണ് ഇരിക്കുന്നത്, കസാലയിൽ ജദ്ദാണ്. അപ്പം ജദ്ദ്. നെക്സ്റ്റ് നോക്കാം. യൽ അബ് ഡാഷ് ബി കുറത്ത്, ആരാണ് കുറത്ത് വെച്ച് കളിക്കുന്നത്, ആരാണ്, യലാബു അഹു ആണ് അല്ലേ. ഓക്കെ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു പിക്ചർ ഉണ്ട്. നുക്കമ്മിലുൽ മന്ദൂബ്, റാഷിദും സഹോദരിയും വീടിനടുത്തുള്ള പൂന്തോട്ടത്തിൽ കണ്ട പക്ഷികളെക്കുറിച്ച് പാട്ടുപാടി. ഓല് പാട്ട് പാടിയതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ബുസ്താനി 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 ജമീലത്തുൻ, ബുസ്താനി ഫിൽ ബുസ്താനി ഖുഫാഷുൻ, ഫിൽ ബുസ്താനി താഊസുൻ. അപ്പം നമുക്ക് എന്ത് ഇതാണ് വേണ്ടത്, ഇവിടെയുള്ള ബേർഡ്സിൻ്റെ നെയിം ഇതാണ് വേണ്ടത് അല്ലേ. അപ്പം ഖുഫാഷ് എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്റ്, ഇവിടെ കണ്ടില്ലേ വവ്വാല്. താഊസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ മയിൽ. പിന്നെന്താണ്, ഫിൽ ബുസ്താനി ഉസ്ഫൂറുൻ, ഫിൽ ബുസ്താനി ലക്കുൻ, ഫിൽ ബുസ്താനി ഓറാബുൻ, ഫിൽ ബുസ്താനി ബബുഗാഉൻ. അങ്ങനെ എഴുതിയാൽ ഫില്ലാവും. എത്രയാണ്, 1 2 3 4 എണ്ണം നമുക്ക് എഴുതാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ അത് എഴുതി കൊടുക്കുക. പിന്നെ നമുക്ക് ഇവിടെ 2 ബേർഡ്സിനെ തന്നിട്ട് അതിൻ്റെ പേര് എഴുതാൻ പറയുന്നുണ്ട്. ഹാസ, ഇതെന്താണ്, ഖുഫാഷ്, അത് മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ഖുഫാഷ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാസ അതിൻ്റെ പേര് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് നോക്കാം. പൂന്തോട്ടത്തിൽ ധാരാളം പൂക്കളുണ്ട്, റാഷിദും സഹോദരിയും അവ എണ്ണാൻ തുടങ്ങി, നമുക്ക് അവരെ സഹായിക്കാം. ഇവിടെ എണ്ണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓരോന്നിങ്ങനെ എണ്ണീറ്റ് അങ്ങോട്ടേക്ക് എഴുതാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നോക്കാം. 1 2 3 4. ഇവിടെ ആദ്യത്തെ 5 ഉണ്ട്. 5-ന് എന്ത് പറയുക, ഹംസ. ഇനി അങ്ങനെ ഓരോന്ന് എണ്ണ എഴുതുക. അതുപോലെ ഇവിടെ അക്കം കൊടുത്തിട്ടുണ്ട്, അക്കം വിട്ടുപോയത് അക്കം എഴുതുക. പിന്നെന്താണ്, 3 അവിടെ ഹംസ അഷറ 15 മുകളിൽ ബ്രാക്കറ്റിലുണ്ട്. ആ ബ്രാക്കറ്റിലുള്ള അത് ഈ ഒരു സൈഡിലും പിന്നെ വേർഡ്സിലും അതുപോലെ അക്കത്തിലും അങ്ങനെ എഴുതാനാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. നുക്കമ്മിലുൽ ഹിവാർ, അവർ എന്താണ്, റാഷിദും സഹോദരിയും പൂന്തോട്ടത്തിലെ ചുറ്റിക്കറങ്ങുമ്പോഴാണ് കാക്കപ്പെണ്ണിനെ കണ്ടത്. അവർ കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അവർ തമ്മിൽ സംസാരിച്ചു. അവൾ കൂട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അവർ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ അവരുടെ സംഭാഷണമാണ്. അപ്പം നമ്മൾ സംഭാഷണം കൊടുക്കുമ്പം ഫസ്റ്റത്തെ ലൈനിൽ ചിലപ്പം എന്തെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ സെക്കൻഡത്തെ ലൈനിലായിരിക്കും കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ലൈനിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത് വെച്ചാൽ, ഒന്നെങ്കിൽ ഗുഡ് മോർണിംഗ് അല്ലെ ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ് അല്ലെ അസ്സലാമു അലൈക്കും വലൈക്കും, അതൊക്കെയാണ് നമ്മൾ പൊതുവായിട്ടൊരു സംഭാഷണത്തിൽ ഫസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ മസാഅൻ, അപ്പോൾ അറബിയിൽ സബാഹൽ ഹൈർ സബാഹന്നൂർ, ഗുഡ് മോർണിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നതാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് തന്നെയാണ് സബാഹൽ ഹൈർ സബാഹന്നൂർ. ഇനി മസാഹൽ ഹൈർ മസാഹന്നൂർ. ഇനി പിന്നെന്താണ്, അസ്സലാമു അലൈക്കും വലൈക്കും. അപ്പോൾ ഇവിടെ എന്താണ്, മസാ നൂറാണ് എടുത്തത്. അപ്പോൾ മുകളിൽ എന്ത് വരും, മസാ അൽ
ഖൈർ വരും. ഇനി നെക്സ്റ്റ് നോക്കാം. റാഷിദ് പറയാണ് കൈഫൽ ഹാൽ, എങ്ങനെയുണ്ട്, ഹൗ ആർ യു. അപ്പോൾ എന്തായിരിക്കും ഉറാബ് പറയുന്നത്? സെയിൻ അൽഹംദുലില്ല അങ്ങനെ പറയൂലേ നമ്മൾ. ഇനി നെക്സ്റ്റ് നോക്കാം. റാഷിദാണ്. റാഷിദ് എന്തോ ഒന്ന് ചോദിച്ചപ്പോൾ ഉറാബ് പറഞ്ഞു ഇല ഉഷി, ഉഷിലാണ്, മറ്റെന്താണ്, കൂട്ടിലാണ്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിരിക്കുന്നുണ്ടാവുക? ഇലായിന, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഇല ലുഷി, കൂട്ടിലേക്കാണ് പോകുന്നത്. ഇലായിന വെച്ചാൽ നീ എങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ. ഇനി നോക്കാം. റാഷിദൻ ഡാഷ് ഉഷുക്ക. അപ്പം ഡാഷ് ഉഷുക്ക ചോദിക്കുമ്പോൾ എന്താണ്? ഉറാബ് എന്താണ്? അല ഷജറ. അപ്പോൾ അല ഷജറ, ഷജറയുടെ മരത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഡാഷ് ഉഷുക്ക അവിടെ എന്താണ്? അയിന ഉഷുക, നിൻ്റെ കൂടെ എവിടെയാണ്? അപ്പോൾ എന്താണ് പറയുന്നത്? മരത്തിൻ്റെ മുകളിൽ. ഇനി പിന്നെ റാഷിദ് എന്തോന്ന് പറയുമ്പോൾ ഉറാബ് അഫുവൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. അഫുവൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ശുക്രൻ. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ടീച്ചർ നൽകിയ ചിത്രത്തിന് റാഷിദ് നിറം നൽകി. കോഴിയുടെ ശരീരഭാഗങ്ങളും പേരുകളും യോജിപ്പിക്കുക. ലിദ്ദിക്ക് മിൻകാറിൻ, ചുണ്ടുകളുണ്ട്. ലിദ്ദിക്ക് ജയിലുൻ എന്ന് പറയുമ്പോൾ എവിടെയാണ്? ബാക്കിലുള്ള ഈ ഒരു വാലാണ് കേട്ടോ. ലിദ്ദിക്ക് ജനാഹ് ചിറകുകൾ. ലിദ്ദിക്ക് ഐനുൻ, കണ്ണ്. ഓക്കെ. ലിദ്ദിക്ക് രിജുലുൻ, കാല്. അങ്ങോട്ടേക്ക് വരച്ചു ചേർക്കുക. ഇത് നമ്മളെ ടെക്സ്റ്റിലൊരു ആക്ടിവിറ്റിയാണ് ഈ ഒരു ദീക്കിൻ്റെത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.